ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എനിക്കൊരുപാട് നഷ്ടങ്ങൾ വന്നു. ഈ നഷ്ടം എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമല്ലോ. നമ്മൾ 10,000 റുപ്യ ഇട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് വൈകുന്നേരത്തെ ആ 10,000 റുപ്യ എന്ന് അതിൻ്റെ വാടക കൊടുക്കണം, കൂലി കൊടുക്കണം. അതുപോലെ നമ്മളെ അത് വാടകയും കൂലിയും കൊടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഒരു കൂലി കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. കടൻ്റെ ഉള്ളിൽ ചരക്ക് ഫുള്ളാക്കാനുള്ള വഴി ആരെയും കടയൊക്കെ വാങ്ങിച്ചത് ഫുള്ളാക്കി. എന്നിട്ട് എന്താക്കി, അത് പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് നമ്മളത് ഇവിടെ കടൻ്റെ ഉള്ളിൽ ഫുള്ളാക്കി. നമ്മൾ ഇറക്കിയ അതിൽ കൂടുതൽ പലിശ വന്ന് നമ്മൾക്ക് മൂടി. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു ബിസിനസ് ചെയ്യാണ്. ആ ബിസിനസ് ചെയ്തുകൊണ്ട് ഇയാൾ അത് പരാജയത്തിലേക്കാണ് എന്നങ്ങനെ പറയുകയാണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എനിക്കൊരുപാട് നഷ്ടങ്ങൾ വന്നു. ഈ നഷ്ടം എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമല്ലോ. ബിസിനസ് ചെയ്യുമ്പോൾ ഈ നഷ്ടം എനിക്ക് വന്നു എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ ചിന്ത ഇല്ലാത്ത കാലം നമ്മൾ ഒരു മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മൾ 10,000 റുപ്യ ഇട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് വൈകുന്നേരത്തെ ആ 10,000 റുപ്യ എന്ന് അതിൻ്റെ വാടക കൊടുക്കണം, കൂലി കൊടുക്കണം. അതുപോലെ നമ്മളെ അത് വാടകയും കൂലിയും കൊടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഒരു കൂലി കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ പിന്നെ അപ്പുറത്ത് ഒരു കട വന്നു. അപ്പോൾ നമ്മൾ കുറേ പലിശയ്ക്ക് പണം വാങ്ങിയിട്ട് ഒന്നും കൂടി ഇവിടെ കണക്കാക്കി കച്ചവടം ചെയ്തു. അപ്പോൾ ചരക്ക് ഉള്ളിടത്ത് ആൾക്കാർ കിട്ടും എന്നുള്ള ഒരു തോന്നലോടുകൂടി നമ്മൾക്ക് അതിൻ്റെ എതിരായി ഒരു കട വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കടൻ്റെ ഉള്ളിൽ ചരക്ക് ഫുള്ളാക്കാനുള്ള വഴി ആരെയും കടയൊക്കെ വാങ്ങിച്ചത് ഫുള്ളാക്കി. എന്നിട്ട് എന്താക്കി, അത് പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് നമ്മളത് ഇവിടെ കടൻ്റെ ഉള്ളിൽ ഫുള്ളാക്കി. അപ്പം എന്തായി, അവിടെ എന്തൊക്കെയായി? അപ്പോൾ ഈ കടവാടക കൊടുക്കണം, കൂലി കൊടുക്കണം, പലിശ കെട്ടണം, എന്നിട്ട് വേണം ലാഭം കിട്ടാൻ. എന്നിട്ട് ലാഭം കിട്ടാൻ. അപ്പം എന്തായി, ഇതിൽ വരുന്ന വരുമാനം എത്രയാണെന്ന് അറിയാതെ നമ്മളിതിൽ നിന്ന് ഒരു ദിവസം കച്ചവടം ചെയ്തു, അതിൽ എത്ര റുപ്യ എനിക്ക് വിറ്റു, അതിൽ എത്ര റുപ്യ നമുക്ക് ലാഭമുണ്ട്, അല്ലെങ്കിൽ എത്ര റുപ്യ നഷ്ടമുണ്ട്, ഇങ്ങനെ കൂട്ടാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് പിന്നെ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും കച്ചവടമല്ലേ, അത് ലാഭവും നഷ്ടമൊക്കെ സാധാരണ ഉള്ളതല്ലേ, നമുക്ക് ഒന്നും കൂടി നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോകും. അങ്ങനെ 1 മാസം വരെ നമ്മൾ കണക്ക് ഇതങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയി വരുമ്പോൾ നമ്മൾ ഇറക്കിയ അതിൽ കൂടുതൽ പലിശ വന്ന് നമ്മൾക്ക് മൂടി. അപ്പം എന്തായി, പലിശ വന്ന് മൂടി കഴിയുമ്പോൾ ഇവിടെ ഈ പലിശ നികത്താൻ അതിനുള്ള കച്ചവടം നടന്നാലേ പലിശയും പോകണം, വാടകയും പോകണം, കൂലിയും പോകണം. ആ വരുമാനം ഇല്ലെങ്കിൽ പിന്നെ ആ കച്ചവടം ചെയ്തേ കൊണ്ട് ഒരു പ്രയോജനങ്ങളില്ല. പിന്നുണ്ട്, അതായത് ഓരോ ആൾക്കാർ ഓരോ കട ഒഴിഞ്ഞു പോകും. ആ കട നമ്മൾ വാടകയ്ക്ക് എടുക്കും. നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മളതിൽ പോയി കൂടും.
അതിൽ കൂടുമ്പോൾ എന്തായി നമ്മൾ അതിൽ നമുക്ക് പരാജയപ്പെടും. എന്താ, അതിൽ കച്ചവടം നടക്കാത്തൊരു കടയാണ്. നമുക്കൊരു തോന്നലാണ് അതിൽ പോയി കച്ചവടം കിട്ടുന്നൊരു സ്ഥലമാണ്, നമ്മൾക്ക് കച്ചവടം ചെയ്യാമെന്ന് പറയും. നമുക്കൊരു മോഹം വരും, അതിൽ കയറും. അപ്പോൾ ആ കട നടത്തുന്ന വ്യക്തി ഒരുപാട് ഉസ്താദുമാരിനെയും അതുപോലെ പല കാര്യങ്ങളൊക്കെ കണ്ട് ദുആ ചെയ്ത് എന്നിട്ടാണ് കയറി കൂടിയത്. എന്നിട്ട് അത് വിജയമില്ല. ആ വിജയമില്ലാതിരിക്കുമ്പോൾ ആ കടയാണ് അവിടെ, ആ കട എടുത്തോ, ആ കടയിൽ കച്ചവടം നടക്കും, അതിന് യാതൊരു സംശയങ്ങളൊന്നുമില്ല, അത് നല്ല സെൻ്ററാണ് എന്ന് പറയും. കാണാനും അതുപോലെ ആൾക്കാർ കൂടി നിൽക്കുന്നു, ഒരു തിരക്കിക്കൊണ്ടുള്ള ഒരു മൂലയുള്ള ഇതുപോലത്തെ റൂം കിട്ടിയിട്ട് അവിടെ വാങ്ങി എടുക്കാറുണ്ട്. അപ്പം എന്താക്കി, ഇയാൾ ആദ്യം നടത്തിയ ആളുടെ എല്ലാ കൂടവസ്ത്രങ്ങളൊക്കെയും ചെയ്തു. എന്നിട്ട് രക്ഷയില്ലാതെയാണ് അയാളിത് ഒഴിവാക്കി പോണത്. അപ്പോൾ ആ ആദ്യം നടത്തിയാലുള്ള കൂടവസ്ത്രത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള മരണക്രിയകൾക്കൊക്കെ പ്രയോജനങ്ങളുണ്ട്. എന്താ, ശൈത്താൻ്റെ ഭാഗത്ത് പല കഴിവുകളുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് അതിലൊന്നും വിജയിക്കാതെ ഇത് നമുക്ക് പറ്റൂല പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോണ ആ മാറാപ്പും കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമ്മൾ തുടങ്ങുന്ന ആ നൂലാമാലയും കൂടി നമ്മൾ പോറ്റണം. മുമ്പ് കച്ചവടം ചെയ്തു വന്ന സ്ഥലത്ത് ആ കടയിൽ അയാൾ ഒഴിഞ്ഞു പോകാൻ കാരണം കൂടി നമ്മൾ അന്വേഷിക്കണം. അയാൾ ഒഴിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ, അയാൾക്ക് അവിടെ കച്ചവടം കിട്ടാതെ നഷ്ടം കൊണ്ട് അയാൾ ഒഴിഞ്ഞു പോയതാണ്. അപ്പോൾ അയാളുടെ ഹിക്മത്തൊക്കെ അയാൾ നോക്കി യാതൊരു രക്ഷയും ഇല്ലാത്ത നിലയ്ക്കാണ് അയാൾ ഒഴിഞ്ഞു പോയത്. ആ കടയാണ് നമ്മൾ തിരിച്ചെടുത്തിട്ട് അവിടെ അതിൽ കച്ചവടം കിട്ടും, അത് പൈസ മുടക്കുക, കച്ചവടം കിട്ടും, നമുക്കത് എടുക്കുക, അത് നല്ല സെൻ്ററാണ്, ആ മൂന്നും കൂടി മൊക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മോഹത്തിന് നമ്മൾ കടയെടുക്കരുത്. ആ മോഹം കൊണ്ട് നമ്മളതിൽ പോയി 10 ദിവസം കച്ചവടം പുതിയ കൂടിയല്ലേ, കച്ചവടമൊക്കെ ജഗപൊകയായിട്ട് വന്നു. പിന്നീട് എന്തായി, ആൾക്കാരിങ്ങനെ കമ്മിയാകാൻ തുടങ്ങി. അപ്പോൾ കമ്മിയാകാൻ തുടങ്ങിയപ്പോൾ നമ്മളിത് ചെയ്തു, എന്തോ ഇത് ഇപ്പോൾ ആരുമില്ല, ഇല്ല ബുദ്ധിമുട്ടിലാണല്ലോ, എന്താ ഇപ്പം ഇത്. അപ്പോൾ നമ്മുടെ ഉസ്താദിനെ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതിന് ഒരു കാര്യമുണ്ട്, നീ വൈകിട്ട് വീട്ടിലേക്ക് വാ. വീട്ടിൽ വന്നു. അപ്പോൾ ഉസ്താദ് 4 അയക്കല്ലും 4 ഉറുക്കും 4 മൊലയിൽ കെട്ടിത്തൂക്കാനും ഒക്കെ പാടെ കൂടിയിട്ട് അത് കൊടുക്കും, അതവിടെ കൊണ്ടുവയ്ക്കും. ആ ഉസ്താദിന് അതിനുള്ള എന്തെങ്കിലും ഒരു പൈസയും കൊടുക്കും. നീ ഒരു കാര്യം ചെയ്യേ, ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കുക, എന്താ അങ്ങനെയൊക്കെ ആയിന്ന് ചോദിക്കും. അപ്പോൾ 6-7 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദ് യാതൊരു മാറ്റങ്ങളൊന്നുമില്ല, പഴയ പോലെ തന്നെ, തീരെ ആരെങ്കിലും ആളൊക്കെ വന്നായിരുന്നോ, ആളും ഇല്ലാതെയായി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഓരോരുത്തരും ഓരോ തരങ്ങൾ പറയുന്നതിലേക്കല്ല കടക്കുന്നുണ്ട്. നമ്മളെ യഥാർത്ഥമായ അള്ളാഹിനെയും റസൂലിനെയും മുൻനിർത്തി നമ്മുടെ മക്കളെ പോറ്റാനാണ്, അതിന് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യണം, പോകുമ്പോൾ നമ്മളുടെ മുതൽ നമ്മളത് വിൽക്കുന്നതും എടുക്കുന്നതും കൊടുക്കുന്നതും ആക്കുന്നതും അയക്കുന്നതൊക്കെ നോക്കണം. നോക്കിയിട്ട് അതിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കിയിട്ട് വേണം ഈ ഉസ്താദന്മാരെ കാണാൻ പോകാൻ. എന്താ അറിയോ, വരുമാനം കമ്മി ചെലവ് കൂടുതലാകുമ്പോൾ നഷ്ടം തന്നെ വരും, അങ്ങനെയും വരും. അതോട് സെഹർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പൊളിപ്പിച്ചതാ എന്ന് തീരുമാനിച്ചാൽ പറ്റൂല. നമ്മുടെ കണക്കുകൾ ആദ്യം പരിശോധിക്കണം. എത്ര റുപ്യ വരുമാനമുണ്ട്, എത്ര റുപ്യ ചിലവുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം.
അത് 1,00,000 സാധനം കൊണ്ട് വെച്ചാൽ അര കിലോ പഞ്ചാര അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര അങ്ങനെ ചില്ലറയാക്കിയിട്ടാണ് ഇത് തൂക്കിയെടുക്കുന്നത്. 1,00,000 സാധനം കൊണ്ട് കൊടുന്ന 100 രൂപയ്ക്കും 50 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ ആയിട്ട് വേണം ഇത് പിന്നെ വിറ്റിട്ട് ഈ 1,00,000 മുതലും ഉണ്ടാക്കണം, അതിന് കൂലി ഉണ്ടാക്കണം, അതിന് വാടകയും കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലാഭം കിട്ടാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നമ്മളെ മുതൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ മുതലിൻ്റെ വരുമാനം എത്ര, ചെലവ് എത്ര എന്ന് മനസ്സിലാക്കണം. ഇത് ആ വരുമാനം അറിയില്ല, ചെലവും അറിയില്ല. പിന്നെയും കടയോ വാങ്ങിയിട്ട് കട ഫുള്ളാക്കും. അപ്പോൾ കൂലിക്ക് നിൽക്കണവനക്ക് അദ്ദേഹത്തിന് അവർ പണിക്കാണ് നിൽക്കുന്നത്. അവരെടുക്കേണ്ട പണികൾ എടുക്കും. പണ്ട് 100 കിലോ തൂക്കിയാൽ ഒരു സാധനം കൊണ്ടുവന്ന് കൊട്ടിയിട്ട് അത് 100ഉം 200ഉം 1 കിലോ അര കിലോ ആയിട്ട് തൂക്കിയാൽ എങ്ങനെ തൂങ്ങിയാലും ആ 100 കിലോ തൂക്കം കിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെടാൻ വഴികളുണ്ട്. അല്ല സെറ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. അതായത് ഒരു കടയിൽ കച്ചവടം നടക്കുകയാണെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ സെറുകളുണ്ട്. ഒരു കച്ചവടം ഉണ്ടാക്കാനും അതിന് മാർഗങ്ങളുണ്ട്. ആ സ്ഥിതികളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് അറിയുന്നവനെ കണ്ടാലേ ആ കാര്യങ്ങൾ പിന്നെ അത് പരിപൂർണമാക്കുള്ളൂ. അത് ചെയ്തു തരുന്ന കാര്യങ്ങൾ അത് പരിപൂർണമായിട്ട് നമുക്കതിൽ വിജയം കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു മഹാന്റെ ഇതിഹാസത്തില്ലാതെ ആർക്ക് അവിടെ കിതാബ് ഒക്കെ തിരിഞ്ഞു എന്നിട്ട് അതൊക്കെ എഴുതി കൊണ്ടുപോയി കുഴിച്ചിട്ടാ കൊണ്ട് ആ കാര്യങ്ങളാവില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആയത്തുകൾ തന്നെ എഴുതി അത് നിങ്ങൾ ഇന്നോട്ട് കൊണ്ടുപോയി വെച്ചോടി എന്ന് ഒരാൾ പറയണമെങ്കിൽ അതിൻ്റെ മലക്ക് കണ്ണി, അതിൻ്റെ മലായിക്കത്തിയും കണ്ണി, അതിൻ്റെ ജിന്ന് കണ്ണി, അതിൻ്റെ ഇൻസ് കണ്ണിയൊക്കെ അറിയണം. എന്നാലേ ആ സാധനം നമുക്ക് ഉപകാരപ്പെടും.